ഗൈസ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാധനം ആയിരിക്കണം. കണ്ടില്ല, നമ്മളെ അടുത്താണെന്നത് നമ്മുടെ അടിപൊളി ചിക്കൻ പാർട്സ് ഇട്ടാ നമ്മൾ ഈ കറിയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പാർട്സ് കറിയാണ്, അതായത് കോഴി പാർട്സ്. ചിക്കൻ പാർട്സ് കറിയാണ് നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് കിടക്കാം. കമോൺ. അങ്ങനെ ഗൈസ് നമ്മളിതാ കിച്ചൺ എത്തിയിരിക്കുകയാണ്. നമ്മൾ വെക്കാൻ പോണത് ഉരുളീൻ്റെ മൺചട്ടിയിലാണ് കേട്ടോ. കണ്ടില്ല, അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങൾക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് ചട്ടി നന്നായി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഉള്ളി ഇടാം കേട്ടോ. അപ്പോൾ ചട്ടി നന്നായി ചൂടായി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടതേ, നല്ല നാടൻ കറിയായിട്ട് നമ്മൾ വെക്കാൻ പോകണ്ടെന്ന്. അപ്പോൾ ഉള്ളി ഏകദേശം വേകാറായിട്ട് നമുക്ക് തക്കാളി ഇടാം കേട്ടോ കുറച്ച്. അപ്പോൾ നമുക്ക് തക്കാളി ഇടാം കേട്ടോ. കാണിച്ചു തക്കാളി. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഗൈസ് നന്നായി വരങ്ങിയിട്ട് നമുക്ക് ആവശ്യത്തിന് കറുവേപ്പിലയും മല്ലിത്തഴ ഇടാം കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്തത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒഴിക്കാം കേട്ടോ. നന്നായി ഇളക്കാം. എന്നിട്ട് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് മസാലപ്പൊടികൾ ഇടാൻ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് മുളക് പൊടി ഇടാം, ചിക്കൻ മസാല ഇടാം കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാല, ചിക്കൻ മസാല ഇടാം, ഗരം മസാല ഇടാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഉള്ളി തക്കാളി എല്ലാ ഐറ്റംസും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്താണെന്നത് നമ്മുടെ അടിപൊളി ചിക്കൻ പാർട്സ് ഇട്ടാ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് കറിയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എൻ്റെ ഇവിടെ നിന്ന് കണ്ടിട്ടോ കാണണ്ട. നമ്മുടെ കറി ആയി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാധനം ആയിരിക്കണം. കണ്ടില്ല, അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ടോ? അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.